Hey guys, welcome back to Cool Vlogs. അപ്പോൾ കുറേ നാൾക്ക് ശേഷം പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ടൈം ഏകദേശം വന്നിട്ട് ഒരു 11:30 ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കുശാൽ നഗറിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഗോണിപ്പ വന്നിട്ട് 2 റൂട്ട് വരുന്നുണ്ട് കുശാൽ നഗറിലേക്ക് പോകാൻ. ഒന്ന് ഗോണിപ്പ പാലോട്ട സിദ്ധാവൂർ റോഡ്, ഇന്നൊന്ന് വന്നിട്ട് ഗോണിപ്പ തിത്തുമത്തി പിന്നെ പിരിയാപ്പട്ടണ റൂട്ടാണ്. ഈ റൂട്ടാണ് ഏറ്റവും ബെസ്റ്റ് റൂട്ട് എന്ന് പറയാം. എന്താ വെച്ചാൽ 10 കിലോമീറ്റർ ഡിഫറൻസ് വരും നിങ്ങൾക്ക്. ഗോണിപ്പ പാലോട്ടാണെങ്കിൽ സിദ്ധാവൂരാണെങ്കിൽ 46ഉം ഇതിലാണെങ്കിൽ ഏകദേശം 56 കിലോമീറ്റേഴ്സും വരും. അറൗണ്ട് 10 കിലോമീറ്റേഴ്സ് ഡിഫറൻസ് വരാണെങ്കിൽ റോഡ് അടിപൊളി റോഡാണ് ഗൈസ്, അത്ര അടിപൊളി റോഡാണ്. ഇനി എന്തായാലും മുമ്പോട്ടേക്കുള്ള വീഡിയോ നമ്മൾ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ സ്ട്രൈറ്റ് പോകുന്ന റോഡാണ് മൈസൂരൊക്കെ ഉള്ളത്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രൈറ്റ് പോകുന്നത് പിരിയാപ്പട്ടണ കുശാൽ നഗർ റോഡാണ്. അങ്ങനെ നമ്മളിപ്പോൾ പിരിയാപ്പട്ടണ എത്തിയിട്ടാണ്. ഇവിടുന്ന് ഇപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കുശാൽ നഗർ സ്ട്രെയിറ്റ് റോഡ് 20 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കുശാൽ നഗറിലേക്ക് പോകാം. 20 കിലോമീറ്റർ അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ കുശാലാണ് പോകുന്ന വഴിക്കുള്ളൊരു ഇതാണ്, അമ്യൂസ്മെൻറ്റ് പാർക്ക് ടൈപ്പുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇവിടെ ജെറ്റ് സ്കി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് അവിടെ കാണിച്ചത് ഞാൻ ഇത് അതാ വരുന്നത് ജെറ്റ് സ്കി. അപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ ജെറ്റ് സ്കി ഒക്കെ കിട്ടും. അതിനായിട്ട് നമ്മൾ വേറെ തപ്പി പിടിച്ച് പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല എനിക്ക്.
അങ്ങനെ കുശാൽ നഗരത്തെ ഇത് എത്തിയിരിക്കണം. അപ്പോൾ ഇവിടെ നിന്നാലും ഇനി നടന്നു പോയിട്ട് അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറാം. അപ്പോൾ ക്രിസ്മസ് എല്ലാം ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാം കുറച്ച് പൊലിപ്പൊക്കെ ഉണ്ട് ഇവിടെ, ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ രാശേ? ഇവിടെ എൻട്രി ഫീസ് 20 രൂപയാണ്. എൻട്രി ഫീസ് 20 രൂപ. ബോട്ടിങ് അതൊക്കെ ഉണ്ട്. ബോട്ടിങ് ചാർജസിൻ്റെ എക്സ്ട്രാ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു അഡ്വഞ്ചറിങ് ആയിട്ട് ചെയ്യാൻ പറ്റിയ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഒരാൾക്ക് 100 റുപ്പീസാണ്. ചെറിയ കുട്ടി മുതൽ വലിയ എത്ര ഏജുള്ള ആൾക്കാരങ്ങ് ചെയ്യാം. ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 100 റുപ്പീസാണ് പെർ പേഴ്സൻ്റെ ചാർജ് വരുന്നത്. ഹാൻഡ് ഫീഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്യാനൊന്നുമില്ല. ഹാൻഡ് ഫീഡിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇവിടെ ബാച്ചിലേഴ്സ് ആയിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഫാമിലി ആയിട്ട് വരാം, കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാനും അതുപോലെ തന്നെ ഇവിടെ കപ്പിൾസ് ആയിട്ട് വന്നാൽ ഫോട്ടോസ് എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ട് വന്നിട്ട് കാര്യമുണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് അപ്പോൾ എന്നെ എന്തായാലും നെക്സ്റ്റ് ദുബാരേക്കാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്തായാലും ദുബാരേ പോയിട്ട് അവിടെ നിന്നുള്ള വീഡിയോസ് കാണിച്ചു തരാം.